ആലപ്പുഴ ചാരുമൂട്ടിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. 3 മാസം മുൻപാണ് കുട്ടിക്ക് തെരുവോയ നായയിൽ നിന്നും ആക്രമണമുണ്ടായത്. കുട്ടി തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ദേവൻ എം ഉണ്ട്. ദേവൻ, അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഇപ്പോൾ ഈ ചികിത്സ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? നേരത്തെ ഈ ആക്രമണമുണ്ടായ സമയത്ത് ചികിത്സ തേടിയിരുന്നില്ലേ? വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, ഒരു 3 മാസം മുമ്പാണ് ഇത്തരത്തിൽ ഈ കുട്ടിക്ക് തെരുവുനായയിൽ നിന്നും ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഈ സ്കൂൾ വിട്ടു വരുന്ന വഴി സൈക്കിളിൽ വരുമ്പോൾ ഒരു തെരുവുനായ ആക്രമിക്കുകയും കുട്ടിയുടെ പുറത്തേക്ക് ചാടി വീഴുകയുമായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്നാൽ അന്ന് ദേഹത്ത് മുറിവുകളോ അല്ലെങ്കിൽ മറ്റു പാടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരുവുനായയുടെ ഭാഗത്ത് ഈ ഒരു ആക്രമണം ഉണ്ടായതായി അന്ന് വീട്ടുകാരും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഇതിന് കാര്യമായ ചികിത്സ തേടിയിരുന്നില്ല. ഇതിനുശേഷം ഇപ്പോൾ 2 ആഴ്ച മുൻപാണ് കുട്ടിക്ക് ഈ ഒരു പനി വരികയും അതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ആദ്യം ചികിത്സ തേടുകയും ചെയ്തത്. എന്നാൽ ഈ പനി കടുത്തതോടുകൂടി തന്നെ ജില്ലയിലെ ജനറൽ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയിരുന്നു. അവിടെ വെച്ചിട്ടാണ് കുട്ടിക്ക് പേവിഷബാധ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ തുടർന്ന് ഇപ്പോൾ കുട്ടിയെ തിരുവല്ലയിലുള്ള ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയിലേക്ക് ഇപ്പോൾ ചികിത്സയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. നിലവിൽ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അല്പം മോശകരമായി തുടരുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും അന്ന് ഈ ഒരു 3 മാസം മുമ്പ് ഈ ഒരു ആക്രമണം ഉണ്ടായ സമയത്ത് ഒരു ഈ ദേഹത്ത് മുറിവുകളോ പാടുകളോ ഒന്നും ഉണ്ടാകാതിരുന്നതിനാൽ ഈ ഒരു അന്നുണ്ടായ ഒരു തെരുവുനായയുടെ ആക്രമണത്തെ അത്ര കാര്യമായി കുട്ടിയോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ എടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഇതിലേക്ക് ഇപ്പോൾ നയിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയും. നിലവിൽ ഏതായാലും കുട്ടിക്ക് ആവശ്യമായുള്ള എല്ലാ ചികിത്സയും ഈ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. കുട്ടിയുടെ രക്ഷിതാക്കളും ഒപ്പം തന്നെ ഒരു പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടുള്ള ചികിത്സ തന്നെയാണ് ഇപ്പോൾ ബിലീവേഴ്സ് ആശുപത്രിയിൽ ഇപ്പോൾ കുട്ടിക്കായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. ഗൗതം, ശരി, ദേവനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ കുട്ടി എത്രയും പെട്ടെന്ന് ചികിത്സയിലൂടെ ഭേദമാകട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പ്രത്യാശിക്കാൻ കഴിയുകയുള്ളൂ. വിശദാംശങ്ങൾ നൽകിയത് ദേവനാണ് ആലപ്പുഴയിൽ.